ഹായ് ഫ്രണ്ട്സ്, എന്തായാലും എന്താ പറയുക, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു കേരളം അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ആക്കിയെടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും ഇനി ചിന്തിച്ചിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ സഹോദരങ്ങളും, പിന്നെ ഞാനിപ്പോൾ എനിക്ക് മക്കളൊന്നുമില്ല, മക്കളുള്ളവരാണെങ്കിൽ മക്കളും പോണത് വല്ലാത്തൊരു പ്രശ്നത്തിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, ഈ തെറി പറഞ്ഞ വിഷയങ്ങളും എന്നെ തെറി പറഞ്ഞ വിഷയങ്ങളൊന്നും ആരൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനതൊന്നും എൻ്റെ ഒരു രോമത്തിന് പോലും ഒന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തെറി പറഞ്ഞവരിൽ എന്താ പറയാ, കുറച്ച് സഖാക്കൾ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിലും അതവരുടെ രോഷം കൊണ്ടാണ്. ബാക്കി എൻ്റെ അക്കൗണ്ടിൽ വിളിച്ചിരിക്കുന്ന തെറികൾ മൊത്തം അത് എന്താണെന്ന് പബ്ലിക്കാക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ അവരാരാണെന്ന് പബ്ലിക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ സൈബർ ക്രൈംസ് വല്ലാതെ വളർന്നു വന്നിട്ടുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേൾഡ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 2013 മുതൽ 2017 ജാനുവരി വരെ ഒരു 9 റാക്കറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ നമ്മുടെ ഒരു സീക്രട്ട് ഏജൻസി 9 റാക്കറ്റുകളുടെ വലയിലാക്കിയിട്ടുണ്ട്. 9 റാക്കറ്റുകളെ 9 റാക്കറ്റുകൾ വലയിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ റാക്കറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബ് അബ്യൂസ് മുതൽ പ്രോൺ സൈറ്റുകളെ വരെ പ്രൊമോട്ട് ചെയ്യണ, അതുകൂടാതെ ഡ്രഗ്സ് പ്രൊമോട്ട് ചെയ്യണ വലിയ മാഫിയകളാണ്. ഈ മാഫിയകൾ ഒരു 1971 മുതൽ ഇന്ത്യയിലും സജീവമാണ്. പക്ഷെ ഇന്ത്യയിൽ സജീവമായിരുന്നെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ മക്കള്, അന്നത്തെ ആ ഒരു തലമുറ ഇതിനെല്ലാം തരണം ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഒരു 9 ഗാങ്സിനെ, അതായത് ഈ 9 റാക്കറ്റ്സിനെ വേൾഡിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പിടികൂടിയിട്ടുണ്ട്. അവർക്ക് എന്തായാലും വേൾഡിൽ അതിന് എല്ലാ രാജ്യങ്ങളിലും നല്ല നിയമങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്നും അതിന്റെ കോൺസിക്വൻസസ് അനുഭവിച്ച് ഇന്നും പുറത്തേക്ക് വരാതെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ ഇപ്പോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്താൻ നോക്കുന്നത്, ഇതേ റാക്കറ്റ്, ഈ പ്രോൺ സൈറ്റുകളുടെയും ഡ്രഗ് മാഫിയയുടെ ഇതേ റാക്കറ്റ് കേരളത്തിൽ ഇതേ ഒരു റാക്കറ്റ് ഉണ്ട് എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽ പെട്ടത് ഒരു 9 മാസങ്ങൾക്ക് മുമ്പാണ്. അതുണ്ടായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഈ വെബ് അബ്യൂസിലാണ് ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ ചെലുത്തിയിരുന്നത്. അപ്പോഴാണ് എനിക്ക് കുറച്ച് ഫോറിനേഴ്സുമായിട്ട് കണക്ഷൻ കിട്ടിയതും ഇതേ ആക്ടിവിസ്റ്റിന്റെ രീതിയിൽ നീങ്ങിക്കൊണ്ട് ഇത് ലോകത്തുനിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് സജ്ജമായ ഒരു സീക്രട്ട് ഏജൻസി ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അപ്പൊ ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലും കുറെ പെങ്ങന്മാരൊക്കെ ഉള്ളത് തന്നെയാണ്. പെങ്ങന്മാരുണ്ട്, നമുക്ക് കുറെ ബ്രദേഴ്സും ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത്, ഞാനൊരു IT കഴിഞ്ഞ ഒരാളാണ്. ഞാൻ IT മാത്രമല്ല, ഞാൻ മൈക്രോസോഫ്റ്റിന്റെ ഒരു സർട്ടിഫിക്കേഷനും കഴിഞ്ഞാണ് അഡ്മിനിസ്ട്രേഷനിൽ. അപ്പൊ ഈ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. അതൊക്കെ ചിന്തിച്ച് അതിലൂടെ ഈ ഒരു ഓർഗനൈസേഷൻ ഞങ്ങൾ ഫോം ചെയ്ത് വേൾഡിൽ. പക്ഷെ ഞാനതിൽ ഏറ്റവും ഏജ് കുറഞ്ഞ ഒരാളാണ്. ബാക്കിയുള്ളവരൊക്കെ എന്നെക്കാട്ടി ഏജ് ഉള്ളവരുണ്ട്. എന്റെ പ്രായത്തിലുള്ള കുറെ ടെക്നിക്സ് അറിയുന്ന ഹാക്കേഴ്സ് ഇതിലുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രമഫലമായി ഒരു 2013 മുതൽ 2017 ജാനുവരിയുടെ ഉള്ളിൽ 9 റാക്കറ്റ്സിനെ പിടികൂടി. പക്ഷെ ഇതിന് മുമ്പ്, ഈ ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് എന്റെ അറിഞ്ഞിട്ടുണ്ടാവില്ല, എനിക്കൊരു ചരിത്രമൊക്കെ ഇവര് സൃഷ്ടിച്ചിട്ടുണ്ട്. എന്റെ വാപ്പ ആത്മഹത്യ ചെയ്ത് അതിന്റെ കെയർ ഓഫിലാണ് എനിക്ക് ജോലി കിട്ടിയത്. സത്യം തന്നെയാണ്. ഞാനല്ലെങ്കിൽ ഈ സർക്കാർ ജോലി ആഗ്രഹിച്ച ആളുമല്ല. എനിക്ക് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ ഇനിയും ആഗ്രഹമില്ലാത്ത ഒരാൾ തന്നെയാണ്. ഇത് പിന്നെ എന്റെ വീട്ടുകാരുടെ തികച്ചും നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ ജോലിയിൽ കയറാൻ നിർബന്ധിതനായതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ എനിക്കുണ്ടായ ഒരു ഉപകാരം, ഞാൻ കാസർഗോഡ് കോളേജിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത്. അവിടുന്ന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് അതൊന്നുമല്ല സത്യം. ഞാൻ അതിന് ശേഷം എന്നെ തൃശ്ശൂർക്ക് ട്രാൻസ്ഫർ ചെയ്ത്. കാരണം എന്റെ ഹോം ലൊക്കേഷൻ, ഞാൻ ഗവൺമെന്റ് സർവീസിൽ കയറുമ്പോൾ ഹോം ലൊക്കേഷൻ കൊടുത്തിരുന്നത് തൃശ്ശൂരാണ്. ഇവിടെ ഒഴിവില്ലാത്തത് കൊണ്ടാണ് എന്നെ കാസർഗോഡ് പോസ്റ്റ് ചെയ്ത്. അങ്ങനെ തൃശ്ശൂരിലേക്ക് മാറ്റി. അവിടെ എനിക്കൊരു SS ഉണ്ടായിരുന്നു, ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു രാഷ്ട്രീയ കളി കൊണ്ട്
എനിക്ക് പിന്നീട് അങ്ങോട്ട് പോകാനൊരു താല്പര്യം വന്നില്ല. കാരണം നമുക്കും അവിടെ ഒരു നല്ല അന്തരീക്ഷം അല്ലെങ്കിൽ ഒരിക്കലും ഓഫീസിൽ വർക്ക് ചെയ്യാൻ തോന്നില്ല. ഇന്നത്തെ കാലത്ത് ആരും അടിമയായി പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം എന്നെ തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. തിരുവനന്തപുരത്തേക്ക് തട്ടിയതും പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒന്നുമല്ല. ഞാൻ ജോലിയിൽ എന്താ പറയുക, ഇതിനി എന്താണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പം നമ്മുടെ ഒരു അന്ന് അവിടെ ഞങ്ങളുടെ കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ AO ആയിരുന്ന വിലാസചന്ദ്രൻ സാർ ഇടപെട്ട് അവിടെ പോസ്റ്റിംഗ് മേടിച്ചാണ്. ആ തിരുവനന്തപുരം എത്തിയപ്പോഴാണ് ഈ വേൾഡിലുള്ള ഇതേപോലത്തെ റാക്കറ്റ്സ് നമ്മുടെ കേരളത്തിൽ സജീവ വേരുകൾ ഉറപ്പിക്കുന്നുണ്ടെന്ന ഒരു കാര്യം എനിക്ക് ബോധ്യമായത്. അത് ബോധ്യമാവാൻ കാരണം ഒരു ദിവസം ഞാനന്ന് പാളയത്താണ് താമസിച്ചിരുന്നത്. പാളയത്ത് താമസിച്ചപ്പോൾ ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു കോള് വന്നു. ഒരു ഉച്ചക്ക് 12 മണിക്ക് കോള് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ വെളിപ്പെടുന്നില്ല. കാരണം നമുക്ക് ഇനി ഒരു പ്രശ്നമില്ല ആരെന്ത് പറഞ്ഞാലും. പക്ഷെ ആൾക്ക് അങ്ങനെ ആവണമെന്നില്ല. സുഹൃത്തിന് കോള് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഒരാളെ കാണാൻ പോകണം, ആള് വല്ലാത്തൊരു അവസ്ഥയിലാണ്, അപ്പൊ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ അയാളുടെ വീട്ടിലെത്തണ വരെ ഞാൻ വിചാരിച്ചിരുന്ന വല്ല രോഗവും കാര്യങ്ങളൊക്കെ. ഞാൻ അവിടെ കണ്ടത് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആകെയുള്ള വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 വയസ്സുള്ള ഒരു പെൺകുട്ടി പക്ക പാരലൈസ്ഡ് ആയിട്ട് എടുക്കണതാണ്. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഇത് എന്താണ് കാര്യം? അപ്പൊ ഇത് ഒരു സെക്ഷൽ അബ്യൂസ്മെന്റിന് എന്താ പറയാ വിധേയായ ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാനത് അതിന്റെ ഒരു ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഞാൻ എന്റെ സഹോദരിമാരൊരു കാര്യം ശ്രദ്ധിക്കണം. ആ കുട്ടീന്റെ തെറ്റുകൊണ്ടാണ് ആ കുട്ടി ഇന്ന് ആ കാര്യങ്ങൾ അനുഭവിക്കുന്നത്. ആ കുട്ടി എന്താ പറയാ ഒരു +1 പഠിക്കുന്ന കാലത്ത് ഒരു പയ്യനുമായിട്ട് പ്രേമത്തിലായി. അങ്ങനെ ആ പ്രേമം സജീവമായി മുന്നോട്ട് പോയതിന് പിന്നാലെ ഒരു ദിവസം ഈ ചെക്കൻ ഈ കുട്ടിയുടെ വീട്ടിൽ ആളില്ലാത്ത ടൈമിൽ കയറി വന്ന് സംസാരിച്ചിരിക്കണില്ല. അവരൊരു ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ആ കുട്ടിയെ പ്രാപ്തമാക്കി എടുത്ത് അതിന്റെ വീഡിയോ ഹിഡൻ ക്യാമറയിൽ വയോറായിട്ട് ഷൂട്ട് ചെയ്ത് അതവൻ സേഫ് ആക്കി വെച്ച്, അതിനുശേഷം ഇത് കാണിച്ച് അവന്റെ കൂട്ടുകാർക്കും അതുപോലുള്ള അവന്റെ കൂട്ടുകാർക്ക് മൊത്തം കാഴ്ച വെച്ച് ആ കുട്ടി ലാസ്റ്റ് ഇപ്പോ അതിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായി ആ കുട്ടി മൊത്തമായിട്ട് തകർന്നു. ഇനി ആ കുട്ടിക്ക് ജീവിക്കാനുള്ളൊരു മെന്റാലിറ്റി, അതിന്റെ വീട്ടുകാരുള്ളത് കൊണ്ട് അതിപ്പോഴും ജീവിച്ചു പോകുന്നു എന്നുള്ള ഒരൊറ്റ ഉള്ളൂ, ഒരു ജീവച്ഛവമായി മാറിയിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ട ഉടനെ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ വെബൽ ഇന്റർനെറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ ഈ റാക്കറ്റ്സിന്റെ ബന്ധപ്പെട്ട് അവരെ ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പങ്കെടുത്തത് കൊണ്ട് ഞാൻ അവരുമായിട്ട് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഞാൻ എന്നെ കുറെ ആൾക്കാർ ബന്ധപ്പെട്ട്, ഞാൻ സീക്രട്ട് ആയിട്ട് കുറെ ആൾക്കാരെ ബന്ധപ്പെട്ട് നോക്കിയപ്പം കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സൈബർ ക്രൈംസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് 2850 ഹാംഫുൾ ആയിട്ടുള്ള 2850 സൈബർ ക്രൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഇതിൽ കുറച്ച് ഗൗരവമല്ലാത്ത 10,000-ഓളം സൈബർ ക്രൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതില് എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലൊരു 1/4 കാര്യങ്ങളും പെൺകുട്ടികൾക്ക് നേരെയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇതില് ഞാൻ ഇവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഐബിയിലൊക്കെ പെട്ട ഇന്റലിജൻസ് ബ്യൂറോയിലൊക്കെ പെട്ട കുറെ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവര് പറഞ്ഞത്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവര് ഇത് തികച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അല്ലെങ്കിൽ ഒരു ആണുങ്ങളെ മാത്രം കുറ്റം പറയേണ്ട ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൺകുട്ടികൾ പെൺകുട്ടികളെ അബ്യൂസ് ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പെണ്ണുങ്ങൾക്കും മുഖ്യമായൊരു പങ്കുണ്ട്. ഈ റാക്കറ്റിൽ പെണ്ണുങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പെണ്ണുങ്ങളെ പണവും ഡ്രഗ്സും സ്വാധീനിച്ച് ഈ പെണ്ണുങ്ങളെ വലയിലാക്കിയ ആണുങ്ങൾ പിന്നീട് ഇവരെ ഫ്രണ്ട്സിലൂടെ ഈ സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം, വലിയൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. പിന്നീട് ഇതൊരു വലിയൊരു അബ്യൂസ് ഇത് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. എന്നാൽ പോലും ഒരു പരിധി വരെ, ഒരു 5 വർഷം മുമ്പ് വരെ കേരളത്തിൽ വലിയ പേരുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഇത് വളരെ ഒരു പ്രശ്നത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറെ അക്യൂസിനെ പരിചയപ്പെട്ട് ഇതിന് വിധേയരായവരെ പരിചയപ്പെട്ട് നോക്കിയപ്പോൾ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു സീക്രട്ട് ഏജൻസി ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നത്.
അപ്പൊ കേരളത്തിലെ കേസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറെ പഠിക്കാൻ തയ്യാറായി. ഇതിനു മുമ്പ് എന്നെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. ഞാൻ ഇതിനു മുമ്പ് ഇവിടുത്തെ ഒരു വ്യവസായി പ്രമുഖൻ എന്നെ തിരൂരങ്ങാടി PSMO കോളേജിലേക്ക് ക്ഷണിക്കണ്ടായി. അത് ഒരു സെമിനാർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവിടെ പോയ ടൈമിന് അവിടുത്തെ കുറച്ച് ഉദ്യോഗസ്ഥരും അവിടുത്തെ അന്ന് പ്രഭാഷണം ചെയ്തിരുന്ന ആൾക്കാരുമായിട്ട് ഞാൻ എന്റെ ആശയപരമായിട്ട് എനിക്ക് തർക്കിക്കേണ്ടി വന്ന് ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട്. അന്ന് എന്നോട് അവിടുത്തെ ഒരു പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യം എന്നും എന്റെ ഓർമ്മയിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയിട്ട് ഞാനൊരു മുസ്ലിമാണ്. ഞാനപ്പോൾ ഒരു വൈകുന്നേരം അസറിന്റെ നമസ്കാര ടൈം ആയപ്പോൾ ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു പള്ളി എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി എന്നോട് ചോദിച്ച് ഇക്ക ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്താ പറയാ, ഒരു വിദ്യാഭ്യാസ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നില്ല നമ്മളുടെ ലക്ഷ്യങ്ങളും നമ്മളുടെ ലൈഫിനോടുള്ളതും നമ്മളെ നാടിനോടുള്ള ബാധ്യത. അതിന് ആ ഒരു സെമിനാറിന് ശേഷം ഞാൻ കുറെ ഉദ്യോഗസ്ഥരുമായിട്ടും കുറെ IAS ഉദ്യോഗസ്ഥരുമായിട്ടും കുറെ IPS ഉദ്യോഗസ്ഥരുമായിട്ടും ഞാൻ ചർച്ച ചെയ്തതിന്റെ ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ആളുകളെ ഈ റാക്കറ്റിനെ, കേരളത്തിലുള്ള റാക്കറ്റിനെ പിടിച്ച് നമ്മുടെ കേരള ഹൈക്കോടതി അല്ലെങ്കിൽ ഇന്ത്യൻ സുപ്രീം കോടതി വരെ കൊണ്ടുപോയാൽ പോലും അവർക്ക് കിട്ടാവുന്നത് തുച്ഛമായ ശിക്ഷകളാണ്. അവർ സിമ്പിളായിട്ട് പുറത്തിറങ്ങി വരികയും ചെയ്യും, വീണ്ടും ഇതൊക്കെ തുടരുകയും ചെയ്യും എന്ന് എനിക്ക് തീർച്ചയായി. അങ്ങനെ 9 മാസങ്ങൾക്ക് അന്ന് ഞങ്ങൾ ഈ ഒരു റാക്കറ്റിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെയെങ്കിലും നമ്മുടെ ദേശീയ ഭരണാധികാരികളെ അവരുടെ മനസ്സിൽ ഇതിനൊരു ഇതിന്റെ ഒരു ചിത്രം നൽകി ഈ പിടിക്കപ്പെടുന്ന കുറ്റവാളികളെ ഒരിക്കലും അവർ വീണ്ടും ഇതിന് സജ്ജരാവാത്ത രീതിയിൽ ലോക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ടൈം എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പേ ഇതിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ഇതിന് അങ്ങനെയൊക്കെ പഠിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ആ മന്ത്രിയുടെ പേരൊന്നും പറഞ്ഞില്ല, ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടതിന്റെ ഫലമായി അദ്ദേഹം എന്നോട് പറഞ്ഞത്, നാഷണൽ സെക്യൂരിറ്റി വിങ് ഇങ്ങനത്തെ റാക്കറ്റ്സിനെ വലയിലാക്കി അവർക്ക് കൊല്ലാതെ കൊന്ന് പാർപ്പിക്കാനുള്ള ഒരു സ്ഥലം സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ഈ റാക്കറ്റിന്റെ പിന്നാലെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇതിൽ നിന്ന് തന്നെ ഇന്ന് 2014 ആഗസ്റ്റ് മുതൽ അറസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് ഞങ്ങൾക്ക് നെട്ടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി. ഞങ്ങൾക്ക് ഒരു പ്രശ്നം നേരിടേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ് അബ്യൂസിന്റെ ഒരു കാര്യത്തിൽ ഫുൾ ഫേക്ക് IDs ആണ്. അങ്ങനെ ഈ കുറെ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് ഒരു പേരും മേൽവിലാസവും ഇല്ലാത്ത ആളുകളുടെ പേരിൽ സിമ്മും ഉണ്ട്. അങ്ങനെ ഇത് ഞങ്ങള് കുറെ നമ്മുടെ ഈ ഒരു ഇതിലുള്ള റാക്കറ്റ്സ്, നമ്മുടെ ഈ വിങ്ങിലുള്ള കുറച്ച് പുലികൾ എന്ന് തന്നെ പറയാം, ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഇവരെ അത്രയും കയ്യിലെടുത്ത്, സൈക്കോളജി പരമായി കയ്യിലെടുത്ത് ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി ലോക്ക് ചെയ്ത് ഇന്ന് 276 ആൾക്കാർ ലോക്ക്ഡൌൺ. അവരിന്ന് അവർക്കറിയാം, അവരുടെ അവസ്ഥ അവർക്കറിയാം. ഞാൻ അതിപ്പോ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കണില്ല. പക്ഷെ ഇനി കിട്ടേണ്ടത് വെറും 7 പേരെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേരളത്തിലുള്ള ഈ റാക്കറ്റ് വളർന്ന് ഇന്ത്യ മൊത്തമുള്ള കുറെ ഇതേപോലത്തെ ഈ ഡ്രഗ്സ്, സെക്സ്, റോക്ക് ആൻഡ് റോൾ എന്ന് പറയുന്ന ഇന്നത്തെ സംസ്കാരം എന്ന് ഞാൻ പറയില്ല, അത് എന്നിന്റെ സംസ്കാരമല്ല, ആ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കണ ആ ഗ്യാങ്ങിലെ ഇനി ഒരു 7 പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു ഗ്യാങ്ങാണ്. പക്ഷെ അതിൽ ആ 7 പേരെയും കൂടി ലോക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായി നിർത്തലാക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ ഇതിനൊരു ആക്കം വരുത്താൻ കഴിയും. കാരണം ബാക്കിയുള്ള ആളുകളെയൊക്കെ നമുക്ക് അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്ത് നന്നാക്കി എടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അപ്പം ഇതിൽ എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ 6ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഗേൾസ് നിങ്ങൾക്ക് ആ കാലത്ത് നമ്മളിപ്പോൾ ഒരു ചെറിയ പ്രായത്തിലാവുമ്പോൾ ആർക്കായാലും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താല്പര്യങ്ങൾ ഉണ്ടാവും. അത് ശാരീരികമായാലും മാനസികമായ കാര്യങ്ങളായാലും. ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളെ ജീവിതം വേസ്റ്റ് ആക്കരുത്. കാരണം നിങ്ങൾ എത്തിപ്പെടുന്ന കാര്യങ്ങളിൽ രക്ഷപ്പെട്ടു പോകുന്ന കുറെ പെൺപിള്ളേരുണ്ട്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഊരിപ്പോരാൻ പറ്റാതെ ഇന്നും കഷ്ടപ്പെടുന്ന കുറെ
എന്താ പറയുക പെൺ സുഹൃത്തുക്കളും ആൺ സുഹൃത്തുക്കളും എനിക്കുണ്ട്. അപ്പൊ അതിലുള്ള ഇവരുടെ ഈ അബ്യൂസ്മെന്റ് നിർത്തലാക്കാൻ വേണ്ടിയത് നമ്മളെ ചിന്താഗതി മാറ്റുകയാണ്. അതായത് ഒരു നേരത്തെ ഒരു സുഖത്തിന് വേണ്ടി, അതിപ്പോ ലഹരി ആയിക്കോട്ടെ, സെക്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനു വേണ്ടി നമ്മളുടെ മുഴുവൻ ജീവിതവും നമുക്ക് കളയേണ്ടി വരും. അപ്പൊ അതിന് നിങ്ങൾ മുതിരരുത്. ഇത് ഒരിക്കലും ഈ റാക്കറ്റിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതിന്റെ ഒന്നാമത്തെ കാരണം നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു 7 പേരെയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ അണ്ടർ കവർ ഓപ്പറേഷൻ പബ്ലിക് ആക്കുന്നതാണ്. ഇതിനിപ്പോ ഈ നിങ്ങൾ എന്റെ ആദ്യ വീഡിയോ ഇറക്കാൻ കാരണം തന്നെ ഞാൻ അതിനു മുമ്പ് ഗോവയിലായിരുന്നു. ഗോവയിൽ പോയ ടൈമിനാണ് ഇതിന്റെ മെയിൻ റാക്കറ്റ് പെട്ട ഒരു 3 ആളെ നമുക്ക് അവിടുന്ന് സിമ്പിളായിട്ട് ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ അതില് ഒരാള് റഷ്യൻ ഒരു റഷ്യൻ സിറ്റിസൺ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരൊക്കെ നമ്മളെ ഭരിച്ചു പോയി, എന്നാൽ പോലും ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് കുറെ വിദേശികളാണ്. അത് നമ്മളുടെ ഭരണാധികാരികളൊക്കെ തീരെഴുതി കൊടുത്ത പോലെയാണ്. കുറെ മാഫിയകളാണ് നമ്മളെ ഈ നാട് ഭരിക്കുന്നത്. കുറെ മാഫിയകൾ. ഈ മാഫിയകളിൽ ഈ 3 ആളെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ അത്രയും ധൈര്യത്തിൽ അതുവരെ ഞാനൊക്കെ സീക്രട്ട് ആയിട്ടിരുന്ന ഈ കാര്യങ്ങൾ, ഇത് മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് ബോധ്യമായി, ഇനി ഞാനിങ്ങനെ ഒളിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് പബ്ലിക് ആക്കണം. ഇത് ഈ ഒരു പബ്ലിക് അവയർനെസ് കിട്ടേണ്ട ഒരു കാര്യമെന്ന് ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് അങ്ങനെ ഞാനൊരു SFIക്ക് എതിരെ പോസ്റ്റ് ഇട്ടതും. SFIക്ക് എതിരെ പോസ്റ്റ് ഇട്ടതിൽ സഖാക്കൾക്ക് കുറെ നൊന്തെന്ന് എനിക്കറിയാം. പോട്ടെ, എന്തായാലും നിങ്ങൾ ഒരു അത്രക്ക് നിഷ്കളങ്കരൊന്നും അല്ല എന്നുള്ളത് ഇപ്പൊ കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടും ചെയ്ത്. അത് നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേര്, അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി, അപ്പൊ തിരുത്താൻ നിങ്ങളുടെ നേതൃത്വം തയ്യാറായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഇതിന്റെ ശേഷം എനിക്ക് പറയാനുള്ളത്, ഈ തിരുവനന്തപുരം ബേസ് ചെയ്ത് കേരളത്തിലുള്ള ഈ കേരളത്തിന്റെ റാക്കറ്റിൽ ഒരു 2 പേരെ കൂടി എനിക്ക് കിട്ടാനുള്ളൂ. പക്ഷേ ആ റാക്കറ്റിനോട് ബന്ധപ്പെട്ട് കിടക്കണ ഇന്ത്യ മൊത്താകെയുള്ള ഒരു റാക്കറ്റ് ഉണ്ട്. അതിൽ BJPക്കാരുണ്ട്, CPM-കാരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. BJPക്കാരുണ്ട്, CPM-കാരുണ്ട്. അത് ഇനി വേറെ പാർട്ടിയിലുള്ള കുറെ ആൾക്കാരുണ്ട്, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവരിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വയോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രോൺ സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്താണെന്നറിയാം, ഹിഡൻ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കുറെ വീഡിയോസ് നെറ്റിലൊക്കെ വിൽപ്പന വരെ നടത്തുന്നുണ്ട്. അതിനാണ് സഹോദരിമാരെ നിങ്ങളുടെ ശരീരം കാഴ്ചവെക്കുന്നത്. നിങ്ങൾ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ശരീരം കാഴ്ചവെച്ച് ബാക്കി നിങ്ങളെ വിറ്റ് കാശാക്കുകയാണ്. അതിന് ആൺകുട്ടികളെ മാത്രം കുറ്റം വേണ്ട കാര്യമില്ല. നിങ്ങളെ കൂട്ടുകാരികളാണ് നിങ്ങളിതിലേക്ക് പെടുത്തി കൊണ്ടുപോകുന്നത്, നിങ്ങൾ പോലും അറിയാതെ. നിങ്ങളെ ചിന്തിക്കണം. അപ്പൊ ഇതില് എന്നോട് രോഷാകുലരായ എന്റെ നാട്ടുകാരോട്, എന്റെ കേരളക്കാരോടും മലയാളികളോടാണ് ഞാൻ പറയുന്നത്, ഇതാണ് എന്റെ ഉദ്ദേശം. പക്ഷെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇതേപോലെ എന്റെ വീഡിയോ ഒക്കെ വൈറലായിട്ടുള്ളത് തന്നെയാണ്. എനിക്ക് കുറെ ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ എല്ലാവരും ഒഴിവാക്കിയതായിരുന്നു. കാരണം അന്ന് എന്നോടൊരു നമ്മുടെ ഒരു സീനിയർ മോസ്റ്റ് IB ഉദ്യോഗസ്ഥൻ പറഞ്ഞ്, നിങ്ങൾ ഇതൊരിക്കലും ഇപ്പം നിങ്ങളിത് പബ്ലിക് ആക്കരുത്. കാരണം നമ്മൾ ഒരു നിയമം ഉണ്ടാക്കി വരികയാണ്, ഒരു സീക്രട്ട് നിയമം ഉണ്ടാക്കി വരികയാണ്. അത് സജ്ജമായതിനു ശേഷം മാത്രമേ ഇത് നിങ്ങൾ പബ്ലിക് ആക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇത്രയും കാലം പബ്ലിക് ആക്കാതെ വെച്ചത്. പക്ഷേ ഇതിന് എനിക്ക് കുറച്ച് ജനശ്രദ്ധ വേണ്ട ഒരു ആവശ്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്റെ ഒരു രോഷം പ്രകടിപ്പിച്ചൊക്കെ കാര്യം തന്നെയാണ്. ആ സംഘടന ആ യൂണിവേഴ്സിറ്റിയിൽ ചെയ്തൊക്കെ വളരെ വിഷയമായ കാര്യങ്ങൾ തന്നെയാണ്. അതെന്തായാലും ഇപ്പൊ പരിഹരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങളെ സൂക്ഷിക്കുക. ഒരു കാരണവശാലും ഒരാളെയും വിശ്വസിക്കരുത്. നിങ്ങളിപ്പോ ആൺ പെൺ സുഹൃത്തുക്കളുടെ സൗഹൃദമൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് ഏതൊരു റിലേഷനും ഞാൻ സപ്പോർട്ടുമാണ്. പക്ഷേ നമ്മൾ റിലേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായ റിലേഷൻസ് മാത്രം, ഹെൽത്തി ആയൊരു റിലേഷൻഷിപ്പ് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പാടുള്ളൂ. ഇതിലിപ്പോ ഞാൻ ഈ മലയാളികളുടെ മാത്രം പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വേറെ കൺട്രീസിലൊക്കെ ഇതിന് പറ്റിയ റൂൾസ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന്റെ കുറവുകളുണ്ട്. അപ്പൊ ഇനിയിപ്പം ഇവരും കൂടി കുടുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പബ്ലിക് ആക്കുന്നതാണ്. അതിനുശേഷം ഇതിന് പറ്റിയ ഒരു ലോയില് ഒരു നല്ല കുറച്ച് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രഷറും ഞങ്ങൾ ചെലുത്തുന്നുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്,
ഒരു കുറച്ച് ഫേക്ക് ഐ ഡി തന്നെ വന്ന് തെറി പറയണ്ടല്ലോ, നിങ്ങൾ ഒരിക്കലും അവർക്ക് റിപ്ലൈ കൊടുക്കരുത്. ഒരാൾക്കും റിപ്ലൈ കൊടുക്കരുത്. അതിന്റെ ആവശ്യമില്ല. കാരണം ആ സംഘം, ആ റാക്കറ്റ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോണ്ട് അവർക്കുള്ള മറുപടി. അതെനിക്ക് എന്താ പറയാ, എന്നെ പറഞ്ഞല്ലോ, എനിക്ക് എന്താ പറയാ, നീച്ച് നിൽക്കാൻ പോലുള്ള കെൽപ്പില്ല എന്ന് പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാർ. എടാ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ആ പറഞ്ഞവര് ഇങ്ങോട്ട് വാ. അവർക്കുള്ള പ്രാന്ത് ഞാൻ മാറ്റി കൊടുക്കുക. അവർക്കുള്ള നിങ്ങൾ ഒറ്റക്കൊറ്റ പോരെ. അതായത് എന്താണ് നിങ്ങളുടെ ഈ എന്താ പറയാ തല്ലും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതല്ല നമ്മളുടെ രീതി, അതല്ല. ഞങ്ങൾ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തല്ലി തീർക്കാനാണെങ്കിൽ അത് വളരെ എന്താ പറയാ ഒരു കാര്യമില്ലാത്ത കാര്യമാണത്. ആ തല്ല് കിട്ടിയത് അവർ മറക്കും. ഈ റാക്കറ്റിലുള്ളവരൊക്കെ അവിടെ പിടിച്ച് പോലീസുകാർ സ്റ്റേഷനിലിട്ട് ഇടിച്ച് കുത്തി ചതച്ച് തന്നെയാണ്. പക്ഷെ ആ വേദന മറന്നപ്പോൾ വീണ്ടും അവർ പഴയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഈ റാക്കറ്റ് പിടിക്കപ്പെടാം. അപ്പൊ എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സൂക്ഷിക്കുക. ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി കള്ളും കഞ്ചാവും ഏതൊരു ഡ്രഗ്സ് ആയാലും അല്ലെങ്കിൽ ഒരു സെക്സ് ആയാലും അതിലേക്ക് പോണതിന് മുമ്പ് നിങ്ങൾ സൂക്ഷിക്കുക. ഞാനിപ്പോ എന്താ പറയാ, ബിഫോർ മാരേജ് സെക്സിനൊന്നും എതിരൊന്നുമല്ല ഞാൻ. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കേണ്ട, നിങ്ങളുടെ റിലേഷൻ ഹെൽത്തി ആണെങ്കിൽ മാത്രം എന്തിനും സജ്ജമായിരിക്കുക. ഈ റാക്കറ്റ് നിങ്ങളുടെ ഹിഡൻ വീഡിയോസും എന്ത് കാര്യമായാലും അത് വിറ്റ് കാശാക്കി ജീവിക്കണ ഒരു റാക്കറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽ വെക്കുക. അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ വീണ്ടും ഇതിന്റെ എന്താ പറയാ ഫോളോ അപ്പിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കണതാണ്. പിന്നെ ഇത് എന്താ പറയാ, നിങ്ങൾ ഇനിയെങ്കിലും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാലോ സുഹൃത്തുക്കളാലോ ആൺ സുഹൃത്തുക്കളാലോ നിങ്ങൾ ചതിക്കപ്പെടാം. അപ്പൊ നിങ്ങൾക്കിത് ബോധ്യമാവും ഇതിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന്. ഇതിലെനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രിക്ക് ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. ഞാൻ ആൾക്കാരെ പേരൊന്നും പറഞ്ഞില്ല, എനിക്ക് അവരൊക്കെ ഇനി ആ ഫിലിം ഇൻഡസ്ട്രി പെട്ട ഏതെങ്കിലും ഒരുത്തനെ എന്റെ കൺമുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ മൂത്രമൊഴിക്കാൻ പോലും അവന്റെ പാനീസ് പുറത്തേക്ക് എടുക്കൂല. അത് ഞാൻ ഉറപ്പുവരാം. അത് ഞാൻ എന്റെ പെങ്ങന്മാർക്ക് മാത്രമല്ല എന്റെ ആങ്ങളമാർക്ക് ഉറപ്പുവരാം. നിങ്ങൾ കണ്ടോ എന്നെ അപ്പൊ നിങ്ങൾ ഇനി ആ ഐഡിയകൾക്കൊന്നും തിരിച്ച് മറുപടി കൊടുക്കും വേണ്ട. ആ കാര്യം ഞാൻ അപ്പം ജയ് ഹിന്ദ്.